ഹായ് സ്റ്റുഡൻസ്, ഡെറിവേറ്റീവ്സിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. ഡെറിവേറ്റീവ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, തരംതിരിച്ചിട്ടുള്ളത് ഏത് രീതിയിലാണ് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. പ്രധാനമായിട്ടും ഡെറിവേറ്റീവ്സിനെ 3 തരത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക, derivatives can be classified into 3 ways. 3 തരത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, classification on the basis of nature of contract or nature of payment or payoff. ഒന്നാമത്തെ ഏതാണ്? ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് നാച്ചർ ഓഫ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് കൊണ്ട് ഡെറിവേറ്റീവിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതാണ് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഓൺ ദ ബേസിസ് ഓഫ് അണ്ടർലൈയിങ് അസറ്റ്. ഏത് അണ്ടർലൈയിങ് അസറ്റിൻ്റെ ബേസിലാണ് ഡെറിവേറ്റീവ് ഉണ്ടാകുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഡെറിവേറ്റീവിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. പിന്നെയോ മൂന്നാമത്തേതോ, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ട്രേഡിംഗ് മെക്കാനിസം. ട്രേഡിംഗ് രീതി, ട്രേഡിംഗ് സംവിധാനം, ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യുന്ന സംവിധാനം, ആ സംവിധാനത്തിൻ്റെ മെക്കാനിസത്തിനെ അനുസരിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഡെറിവേറ്റീവിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ഡെറിവേറ്റീവിൻ്റെ തരംതിരിവ്, ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവിൻ്റെ ടൈപ്പ് അല്ലേ, തരങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡെറിവേറ്റീവിനെ പ്രധാനമായിട്ടും 3 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് നാച്ചർ ഓഫ് കോൺട്രാക്റ്റ് ഓർ നാച്ചർ ഓഫ് പേ ഓഫ് അല്ലേ, കോൺട്രാക്റ്റിൻ്റെ സ്വഭാവത്തിന് അല്ലെങ്കിൽ പേ ഓഫിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് കൊണ്ട് ഡെറിവേറ്റീവിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. പിന്നെയോ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് അണ്ടർലൈയിങ് അസറ്റ്. നമ്മൾ പറഞ്ഞു അണ്ടർലൈയിങ് അസറ്റ് എന്നാൽ ഡെറിവേറ്റീവിൻ്റെ ബേസ് ആണ് അല്ലേ. അപ്പോൾ അണ്ടർലൈയിങ് അസറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഡെറിവേറ്റീവിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ പറയുന്നതോ, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ട്രേഡിംഗ് മെക്കാനിസത്തിൻ്റെ അടിസ്ഥാനത്തിലും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. നമുക്ക് നോക്കാം ഒന്നാമത്തേത്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഓൺ ദ ബേസിസ് ഓഫ് നാച്ചർ ഓഫ് കോൺട്രാക്റ്റ് ഓർ നാച്ചർ ഓഫ് പേ ഓഫിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് കൊണ്ട് അല്ലെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് കൊണ്ട് ഡെറിവേറ്റീവിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. On the basis of nature of contract, derivative can be classified into 4 categories. കോൺട്രാക്റ്റിൻ്റെ സ്വഭാവത്തിന് അല്ലെങ്കിൽ പേ ഓഫിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് കൊണ്ട് ഡെറിവേറ്റീവിനെ പ്രധാനമായും 4 തരത്തിൽ തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ഫോർവേഡ്സ് ആണ്, രണ്ടാമത്തേത് ഫ്യൂച്ചേഴ്സ് ആണ്, മൂന്നാമത്തേത് ഓപ്ഷൻസ് ആണ്, നാലാമത്തേത് സ്വാപ്പ് ആണ്. ഇതൊക്കെയാണ് on the basis of nature of contract, derivatives are classified into forwards, futures, options and swap. ഇങ്ങനെ 4 തരത്തിൽ തരംതിരിച്ചിരിക്കുന്നു. നമുക്ക് ആദ്യമായി നോക്കാൻ പോകുന്നത് ഫോർവേഡ്സിനെ കുറിച്ചാണ്. ഫോർവേഡ്സിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഫോർവേഡ് ഈസ് എ ഓൾഡസ്റ്റ് കൺസെപ്റ്റ് ഓർ ഇറ്റ് ഹാസ് എ ലോങ് ഹിസ്റ്ററി അല്ലേ. ഫോർവേഡ്സിന് എന്തുണ്ട്? ഒരു ഓൾഡ് കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഇതിനൊരു എന്തുണ്ട്? അത്രയും കാലത്തെ പഴക്കം അവകാശപ്പെടാനുള്ള ഒന്നാണ് ഇത് ഫോർവേഡ്സ് എന്നറിയപ്പെടുന്നത്. ഫോർവേഡ്സ് ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ്. ഇതെന്താണ്? ഒരു കോൺട്രാക്റ്റ് തന്നെയാണ് അല്ലേ, ബിറ്റ്വീൻ ദി പാർട്ടീസ്, ആളുകൾക്കിടയിലുള്ള ഒരു കോൺട്രാക്റ്റ് തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹിയർ ദ ബയർ ആൻഡ് സെല്ലർ, ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യുന്നു? ഹിയർ ദ ബയർ ആൻഡ് സെല്ലർ, ഇവിടെ വാങ്ങുന്ന വ്യക്തിയും വിൽക്കുന്ന ആളും എന്ത് ചെയ്യുന്നു? എഗ്രി ടു എക്സ്ചേഞ്ച് ആൻ അസറ്റ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്. ഭാവിയിലെ ഒരു നിശ്ചിത ഡേറ്റിന് എന്ത് ചെയ്യുന്നു? ഒരു അസറ്റിനെ, ഒരു ആസ്തിയെ കൈമാറ്റം ചെയ്യാമെന്ന് എന്ത് ചെയ്യുന്നു? അവർ എഗ്രി ചെയ്യുന്നു, ഉറപ്പ് നൽകുന്നു, ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. അറ്റ് എ പ്രൈസ് എഗ്രീഡ് അറ്റ് ദ ടൈം ഓഫ് എൻറ്ററിങ് ടു ദ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഉറപ്പിച്ചിട്ടുള്ള വിലക്ക് ഭാവിയിലെ ഒരു ദിവസത്തിൽ ഒരു അസറ്റിനെ വാങ്ങാമെന്നോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാമെന്ന് ഉറപ്പ് നൽകുന്നതാണെന്ത് ഇവിടെ ഫോർവേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഫോർവേഡ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഫോർവേഡ്സ് എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്റ്റാണ്. അവിടെ മിനിമം 2 വ്യക്തികളുണ്ടാവും.
ബയറും സെല്ലറും എന്ത് ചെയ്യുന്നു, എഗ്രി ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു എക്സ്ചേഞ്ച് ആൻ അസറ്റ്, ഒരു അസറ്റിനെ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഭാവിയിലെ ഒരു ദിവസം കരാറിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞ വിലക്ക് ഭാവിയിലെ ഒരു ദിവസം എന്ത് ചെയ്യുന്നു, ബയറും സെല്ലറും ഒരു അസറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അസറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കരാറിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്? ഫോർവേഡ് കോൺട്രാക്റ്റ്. അപ്പോൾ ഒന്നാമത്തെ മനസ്സിലാക്കുക, ഫോർവേഡ് ഈസ് എ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ പാർട്ടീസ്. ഫോർവേഡ്സ് എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്റ്റാണ് ബിറ്റ്വീൻ ദി പാർട്ടീസ്, ആളുകൾക്കിടയിലുള്ള കോൺട്രാക്റ്റാണ്. മിനിമം 2 പേഴ്സൺസ്. എത്ര ആളുകളുണ്ടാവും? മിനിമം 2 പേഴ്സൺസ്. ആരൊക്കെയാണത്? ബയറും സെല്ലറും, അല്ലേ? ബയറും ഉണ്ടാകും, സെല്ലറും ഉണ്ടാകും. മിനിമം 2 പേഴ്സൺസ്, മിനിമം 2 ആളുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിൽ എത്ര ആളുകൾ ഉണ്ടാവും? 2 ആളുകളാണ് ഉണ്ടാവുക. ഇറ്റ് ഈസ് എ ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. എന്താണ്? ഇറ്റ് ഈസ് എ ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. എത്ര ആളുകളാണ്? 2 ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നു? ബയർ ആൻഡ് സെല്ലർ എഗ്രീസ്. അവരെന്ത് ചെയ്യുന്നു? എഗ്രി ചെയ്യുന്നു ടു എക്സ്ചേഞ്ച് ആൻഡ് അസെറ്റ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ പ്രൈസ് എഗ്രീഡ് അറ്റ് ദ ടൈം എൻറ്ററിങ് ഇൻ ടു ദി കോൺട്രാക്ട്. കരാറിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നിശ്ചയിച്ചിട്ടുള്ള വിലയ്ക്ക് ഭാവിയിലെ ഒരു ദിവസം ഒരു അസറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് ബയറും സെല്ലറും എഗ്രി ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് ഇത്. പിന്നെ പറയുന്നു, ഫോർവേഡ് കോൺട്രാക്റ്റ് ഈസ് എ കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ്. കസ്റ്റമൈസ്ഡ്, ആ വാക്ക് ശ്രദ്ധിക്കുക, അല്ലേ? എന്താണ് കസ്റ്റമൈസ്ഡ് എന്ന് വെച്ചാൽ? ഫോർവേഡ് കോൺട്രാക്ട്സ് ആർ മെയ്ഡ്, ഫോർവേഡ് കോൺട്രാക്ട്സ് ആർ ക്രിയേറ്റഡ് ആസ് പെർ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ്, ആസ് പെർ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ്, ക്ലയൻറ്റ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫോർവേഡ് കോൺട്രാക്റ്റ് ഈസ് എ കസ്റ്റമൈസ്ഡ് കോൺട്രാക്ട്. ദാറ്റ് മീൻസ് ഫോർവേഡ് കോൺട്രാക്ട്സ് ആർ ക്രിയേറ്റഡ് ആസ് പെർ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ദി കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്. ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന കോൺട്രാക്റ്റിംഗ് പാർട്ടീസിൻ്റെ, ആ കരാറിൽ ഏർപ്പെടുന്ന കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്, ആ പാർട്ടീസ്, ആ കരാറിൽ ഏർപ്പെടുന്ന വ്യക്തികൾ, ആളുകൾ, അവരുടെ ഇഷ്ടാനുസരണമാണ് ചെയ്യുന്നത് ഫോർവേഡ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് നോ പർട്ടിക്കുലർ സൈസ്, വാല്യൂ ഓർ സംതിങ്. ഫോർവേഡ് കോൺട്രാക്റ്റുകൾക്ക് നേരത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വിലയോ ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ സൈസോ അങ്ങനെയൊന്നുമില്ല. ഇറ്റ് ഈസ് കസ്റ്റമൈസ്ഡ് ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. ഇറ്റ് ഈസ് കസ്റ്റമൈസ്ഡ് ബൈലാറ്ററൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ്. 2 ആളുകൾക്കിടയിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആണ്. where the settlement takes place on a specific date in future at today's agreed price. നമ്മൾ ഇന്ന് എഗ്രി ചെയ്യുന്ന, തീരുമാനിക്കുന്ന വിലക്ക് ഭാവിയിലെ ഒരു പ്രത്യേക ഡേറ്റിന് എന്ത് ചെയ്യുന്നു? രണ്ട് വ്യക്തികൾ തമ്മിൽ സെറ്റിൽമെൻറ്റ് നടത്താമെന്ന് എഗ്രി ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത് ചെയ്ത് ഈ പറയുന്ന ഫോർവേഡ് കോൺട്രാക്റ്റ്. ഇറ്റ് ഈസ് എ കസ്റ്റമൈസ്ഡ് കോൺട്രാക്ട്. കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർവേഡ് കോൺട്രാക്ട്സ് ആർ ക്രിയേറ്റഡ് ഓർ മെയ്ഡ് ആസ് പെർ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ദി കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്. ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന കോൺട്രാക്റ്റിംഗ് പാർട്ടീസിൻ്റെ എന്ത് ചെയ്യുന്നു? താല്പര്യത്തിനനുസരിച്ച് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റാൻഡേർഡൈസ്ഡ് അല്ല. ഫോർവേഡ് കോൺട്രാക്ട്സ് ആർ നോൺ സ്റ്റാൻഡേർഡൈസ്ഡ്. ശ്രദ്ധിക്കുക, ഒരു കൃത്യമായ നിലവാരം പറയാനില്ല. ഫോർവേഡ് കോൺട്രാക്ട് മേ ബി ഇൻ എനി സൈസ്, ഇൻ എനി വാല്യൂ, ഏത് രൂപത്തിലും ആവാം, അതാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ്, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി ഇനീഷ്യൽ പേയ്മെൻറ്റ് അറ്റ് ദ ടൈം ഓഫ് സൈനിങ് ദി കോൺട്രാക്ട്. കരാറിൽ ഏർപ്പെടുന്ന സമയത്ത്, ശ്രദ്ധിക്കുക, കരാറിൽ ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് പ്രാരംഭ തുക അല്ലെങ്കിൽ പ്രാരംഭമായിട്ട് എന്തെങ്കിലും പണം അടയ്ക്കേണ്ട ആവശ്യം ഇവിടെയില്ല. ഇൻ ഫോർവേഡ് കോൺട്രാക്ട്സ് ഡസ് നോട്ട് റിക്വയർ എനി ഇനീഷ്യൽ പേയ്മെൻറ്റ് അറ്റ് ദ ടൈം ഓഫ് സൈനിങ് കോൺട്രാക്ട്. കരാറിൽ ഒപ്പുവെക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള ഇനീഷ്യൽ പേയ്മെൻറ്റും കൊടുക്കേണ്ട ആവശ്യം ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഇല്ല എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതൊരു അൺസ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ ഫോർവേഡ് കോൺട്രാക്ട്സ് ആർ അൺസ്റ്റാൻഡേർഡൈസ്ഡ്. ഞാൻ പറഞ്ഞു അൺസ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. കൃത്യമായ നിലവാരം ഉറപ്പ് പറയാൻ സാധിക്കാത്ത ഒരു കോൺട്രാക്റ്റാണ് ഇത് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്നറിയപ്പെടുന്നത്. ബിക്കോസ് ദേ ആർ നോട്ട് ട്രേഡഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെ
ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് അല്ല ഏത് ഫോർവാർഡ്സ്. എന്താ മനസ്സിലായല്ലോ? അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതൊക്കെയാണ്? എക്സാമ്പിൾ പറയാം. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാസ്ഡാക്ക്, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ പറയാം അല്ലേ. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇവിടെ ഒന്നും ട്രേഡ് ചെയ്യപ്പെടാത്ത ഒന്നാണ് ഏത് ഫോർവേഡ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഫോർവേഡ് ഡെറിവേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. ദേ ആർ നോട്ട് ട്രേഡഡ് ഇൻ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ദേ ആർ ജനറലി ട്രേഡഡ് ഓവർ ദി കൗണ്ടർ. വാട്ട് യു മീൻ ബൈ ഓവർ ദി കൗണ്ടർ? ഓവർ ദ കൗണ്ടർ ട്രേഡാണ് ഇവിടെ നടക്കുന്നത്. ഓവർ ദ കൗണ്ടർ എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പുറത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ബയറും സെല്ലറും ഡയറക്റ്റായിട്ട് മീറ്റ് ചെയ്തുകൊണ്ട് ട്രേഡ് നടത്തുന്നൊരു സംവിധാനമാണ് ഓവർ ദ കൗണ്ടർ ട്രേഡ് എന്നറിയപ്പെടുന്നത്. ബിക്കോസ് ഹിയർ നോ ഇൻ്റർമീഡിയറീസ് ആർ ഇൻക്ലൂഡഡ്. ഓവർ ദ കൗണ്ടർ ട്രേഡിൽ, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ചിൽ എന്ത് നടക്കുന്നില്ല? സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെയുള്ള ഇടനിലക്കാരില്ല. പകരം ഇവിടെ പാർട്ടീസ് ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഓക്കെ, ഓവർ ദ കൗണ്ടറാണ്. അതുപോലെ തന്നെ ദീസ് ആർ ക്ലോസ്ഡ് വിത്ത് ദ ഡെലിവറി ഓഫ് അണ്ടർലൈയിങ് അസറ്റ്. ഒരു ഫോർവേഡിംഗ് കോൺട്രാക്റ്റ് അവസാനിക്കുന്നത് എപ്പോഴാണ്? ഒരു ഫോർവേഡ് കോൺട്രാക്റ്റ് അവസാനിക്കുന്നത് എപ്പോഴാണ്? ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് ദി അണ്ടർലൈയിങ് അസറ്റ്. ആ ഫോർവേഡ് കോൺട്രാക്റ്റിലെ അണ്ടർലൈയിങ് അസറ്റായിട്ടുള്ള വസ്തു ഏതാണോ ആ വസ്തുവിനെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഡെലിവർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? ആ ഫോർവേഡ് കോൺട്രാക്റ്റ് അവസാനിക്കുകയുള്ളൂ. അതായത് ഫോർവേഡ് കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യുന്നു? ഡെലിവറി ഓഫ് അണ്ടർലൈയിങ് അസറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോർവേഡ് കോൺട്രാക്റ്റ് അവസാനിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അവസാനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫോർവേഡ് കോൺട്രാക്റ്റിൽ അണ്ടർലൈയിങ് അസറ്റ് അതിലെ ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് ഡെലിവർ അയക്കേണ്ടതായിട്ടുണ്ട്. അതാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അടുത്തതാണ് രണ്ടാമത്തേതാണ് അല്ലേ. നമ്മൾ നാച്ചർ ഓഫ് കോൺട്രാക്റ്റിൽ 4 തരത്തിലുണ്ടെന്നാണ് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ. അതിൽ രണ്ടാമത്തേതാണ് ഇത്. അടുത്തതാണ് ഫ്യൂച്ചേഴ്സ് അല്ലേ. ഫ്യൂച്ചേഴ്സ് ശ്രദ്ധിക്കുക. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ്. നേരത്തെ ഫോർവേഡിൽ പറഞ്ഞ പോലെ തന്നെ 2 ആളുകൾ തമ്മിലുള്ള ഉടമ്പടിയാണ് ഇത് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്നറിയപ്പെടുന്നത്. അവിടെ എന്താ നടക്കുന്നത്? ടു ബൈ ഓർ സെൽ ആൻ അണ്ടർലൈയിങ് അസറ്റ്. ഒരു അണ്ടർലൈയിങ് അസറ്റിനെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുക എന്ന പ്രവൃത്തി. അറ്റ് എ സെർട്ടൈൻ ടൈം ഇൻ ഫ്യൂച്ചർ അറ്റ് എ സെർട്ടൈൻ പ്രൈസ്. ഒരു നിശ്ചിത വിലക്ക് ഭാവിയിലെ ഒരു സമയത്ത് ഒരു അണ്ടർലൈയിങ് അസറ്റിനെ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ വേണ്ടിയിട്ട് 2 ആളുകൾക്കിടയിലുള്ള എഗ്രിമെൻറ്റിനെ പറയുന്ന പേരാണ് ഇത് ഫ്യൂച്ചേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, നേരത്തെ പറഞ്ഞു ഇത് തന്നെയല്ലേ, ഫോർവേഡ് കോൺട്രാക്റ്റിലും പറഞ്ഞിട്ടുള്ള കാര്യം എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഫ്യൂച്ചേഴ്സ് ആർ ദി സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫോർവേഡ്. പ്രത്യേക തരത്തിലുള്ള ഫോർവേഡാണ് ഇത് ഫ്യൂച്ചേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് എക്സ്ചേഞ്ച് ട്രേഡഡ്. ദേ ആർ ട്രേഡഡ് ഓൺലി ത്രൂ എക്സ്ചേഞ്ചസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ വ്യാപാരം നടത്തുന്ന, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ട്രേഡ് നടത്തുന്ന ഫോർവേഡുകളാണ് ഇത് ഫ്യൂച്ചേഴ്സ് എന്നറിയപ്പെടുന്നത്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫോർവേഡ് എന്ന് നമുക്കെന്തിനു വിളിക്കാം? ഫ്യൂച്ചേഴ്സിനെ വിളിക്കാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ട്രേഡ് ചെയ്യപ്പെടുന്ന, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ഒരു ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റാണ് ഇത് ഫ്യൂച്ചേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഫോർവേഡിനെ പോലെ ഓവർ ദ കൗണ്ടർ മാർക്കറ്റിലൂടെയല്ല ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പുറത്ത് വെച്ചിട്ടല്ല ട്രേഡ് ചെയ്യുന്നത്. പകരം അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്പെഷ്യൽ ടൈപ്പ് ഫോർവേഡാണ്. ഇതിനെന്തറിയപ്പെടും? എക്സ്ചേഞ്ച് ട്രേഡഡ് ഫോർവേഡ് എന്നും അറിയപ്പെടാറുണ്ട്. മാത്രമല്ല ഇവിടെയുള്ള സംവിധാനമാണ് ഇത്. These are the standardized exchange traded contracts which are settled in cash or cash equivalents rather than the physical delivery of underlying asset. ഫോർവേഡ് കോൺട്രാക്റ്റിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് ഏത്? കരാർ അവസാനിപ്പിക്കണമെങ്കിൽ കരാറിൽ ഏർപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് ആ അണ്ടർലൈയിങ് അസറ്റ് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം, എക്സ്ചേഞ്ച് ചെയ്തിരിക്കണം. എന്നാൽ
ഇവിടെയോ ഫ്യൂച്ചേഴ്സിൽ എന്തില്ല, അത്തരത്തിലുള്ള സംവിധാനമില്ല. ദീസ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്റ്റ് ആണ്. കൃത്യമായ നിലവാരമുള്ള, കൃത്യമായ സൈസുള്ള, കൃത്യമായ വാല്യൂ ഉള്ള കോൺട്രാക്റ്റുകളാണ് ഇത് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ എന്നറിയപ്പെടുന്നത്. ദീസ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്റ്റ്. കൃത്യമായ നിലവാരമുള്ള, കൃത്യമായ ഘടനയുള്ള, എക്സ്ചേഞ്ചിലൂടെ ട്രേഡ് ചെയ്യപ്പെടുന്ന കോൺട്രാക്റ്റുകളാണ് ഇത് ഫ്യൂച്ചേഴ്സ് എന്നറിയപ്പെടുന്നത്. വിച്ച് ആർ സെറ്റിൽഡ് ഇൻ ക്യാഷ് ഓർ ക്യാഷ് ഇക്വാലൻസ്. ക്യാഷ് രൂപത്തിലോ ക്യാഷ് ഇക്വിവാലൻ്റ് രൂപത്തിലോ ആണോ, ക്യാഷിന് തുല്യമായിട്ടുള്ള എന്തെങ്കിലും വസ്തുവിൻ്റെ മുകളിലോ ആണ് ഇത് സെറ്റിൽ ചെയ്യപ്പെടുന്നത്. അല്ലാതെ ഫിസിക്കൽ ഡെലിവറി ഓഫ് അണ്ടർലൈയിങ് അസറ്റ്, ഫിസിക്കലായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു അണ്ടർലൈയിങ് അസറ്റിനെ ഡെലിവർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഒരു ഫിസിക്കൽ അസറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെലിവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്ത് ചെയ്യുന്നു, അത്തരത്തിലുള്ള സംവിധാനമില്ല. ഫിസിക്കലായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു അണ്ടർലൈയിങ് അസറ്റിനെ ഡെലിവർ ചെയ്യുന്നില്ല. പകരം ക്യാഷോ ക്യാഷിന് തുല്യമായ മറ്റെന്തെങ്കിലുമോ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തേതാണ് ഓപ്ഷൻസ്. ഓപ്ഷൻസ് എന്നറിയപ്പെടുന്നത്. ആൻ ഓപ്ഷൻ ഈസ് എ റൈറ്റ്. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു അവകാശമാണ്. ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ. പക്ഷേ അതൊരു കർത്തവ്യമല്ല. ഓക്കെ, അതൊരു ഉത്തരവാദിത്തമല്ല. ടു ബൈ ഓർ സെൽ ആൻ അണ്ടർലൈയിങ് അസറ്റ് ഓൺ ഓർ ബിഫോർ എ സ്പെസിഫിക് ഡേറ്റ് അറ്റ് എ സ്പെസിഫിക് പ്രൈസ്. ഒരു നിശ്ചിത വിലക്ക് നിശ്ചിത തീയതിക്ക് മുന്നോ അല്ലെങ്കിൽ ആ തീയതിയിലോ ഒരു അണ്ടർലൈയിങ് അസറ്റ് വാങ്ങുവാനോ വിൽക്കുവാനോ ഉള്ള അവകാശം നേടിയെടുക്കുന്ന, അതുപോലെ ഉത്തരവാദിത്തമില്ലാത്ത ഒന്നാണ് ഇത് ആൻ ഓപ്ഷൻ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എന്നാൽ അതൊരു അവകാശമാണ്, പക്ഷെ അവിടെ എന്തില്ല, ഉത്തരവാദിത്തമില്ല. ടു ബൈ ഓർ സെല്ല് ആൻ അണ്ടർലൈയിങ് അസറ്റ്, ഒരു അണ്ടർലൈയിങ് അസറ്റ് വാങ്ങുന്നതിനുള്ള അവകാശം നേടിയെടുക്കുന്ന പ്രക്രിയയാണ് ഇത് ഓപ്ഷൻസ് എന്നറിയപ്പെടുന്നത്. പക്ഷെ അവിടെ എന്തില്ല, നോട്ട് ദ ഒബ്ലിഗേഷൻ. അവിടെ എന്തില്ല, ഉത്തരവാദിത്തമില്ല, അല്ല കടമയില്ല. അത് വാങ്ങാനോ വിൽക്കാനോ ഉള്ള കടമയില്ല എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേക വിലയിൽ വാങ്ങുന്നതിന് നിശ്ചിത തീയതിക്കുള്ളിൽ വാങ്ങുകയാണെങ്കിൽ അതാണ് ഓപ്ഷൻസ്. അപ്പോൾ ആ പ്രൈസിനെ പറയുന്ന പേരാണ്, സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈസിനെ പറയുന്ന പേരാണ് സ്ട്രൈക്ക് പ്രൈസ് എന്നറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഓപ്ഷൻസാണ് നിലവിലുള്ളത്. ഒന്ന് കോൾ ഓപ്ഷനാണ്, രണ്ടാമത്തേത് പുട്ട് ഓപ്ഷനാണ്. കോൾ ഗിവ് ദ ബയർ റൈറ്റ് ടു ബൈ ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ ടു ബൈ ആൻ അണ്ടർലൈയിങ് അസറ്റ്. ഒരു അണ്ടർലൈയിങ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം സ്വന്തമാക്കുന്നതിനെയാണ് കോൾ ഓപ്ഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ അയാൾ സ്വന്തമാക്കിയ അവകാശം അയാൾക്ക് ഉപയോഗിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല. നിശ്ചിത തീയതിക്ക് നിശ്ചിത വിലയിൽ എന്ത് ചെയ്യുക, ഒരു അണ്ടർലൈയിങ് അസറ്റ് വാങ്ങണമെന്നോ വാങ്ങാതിരിക്കാം, അയാൾക്ക് എന്ത് ചെയ്യുക, വാങ്ങണമെന്ന് നിർബന്ധമില്ല. അതാണ് കോൾ ഓപ്ഷൻ എന്നറിയപ്പെടുന്നത്. കോൾ ഓപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, റൈറ്റ് ടു ബൈ, വാങ്ങുന്നതിനുള്ള അവകാശം നേടിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേതാണ് പുട്ട് ഓപ്ഷൻ, റൈറ്റ് ടു സെൽ, ഒരാൾ വിൽക്കുവാനുള്ള, തൻ്റെ കയ്യിലുള്ള വസ്തുവിനെ നിശ്ചിത തീയതിയിൽ, ഭാവിയിൽ നിശ്ചിത തീയതിയിൽ നിശ്ചിത വിലക്ക് വിൽക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കരാറിൽ ഏർപ്പെടുകയാണെങ്കിൽ അതാണ് ഇത് പുട്ട് ഓപ്ഷൻ എന്നറിയപ്പെടുന്നത്. ഈ രണ്ട് കേസിലും ബയർ ഈസ് ഹാവിങ് ദി റൈറ്റ്, ബയർക്കാണ് എന്ത് ചെയ്യുക, റൈറ്റ് ഉണ്ടാവുക. ഓപ്ഷണൽ ബയറുടെ കൈവശമാണ് എന്തുണ്ടാവുക, റൈറ്റ് ഉണ്ടാവുക, അവകാശം ഉണ്ടാവുക. ഒരു ഓപ്ഷൻ ഒരാൾ പർച്ചേസ് ചെയ്തു, എന്നാൽ അതിനർത്ഥം അയാൾക്ക് എന്തുണ്ട്, ഒരു റൈറ്റ് അയാൾ ആ ഓപ്ഷനിലൂടെ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇഫ് ദ ബയർ ഡസൻറ്റ് എക്സസൈസ് ഇസ് റൈറ്റ് വിത്തിൻ എ സ്പെസിഫിക് ഡേറ്റ് ഇറ്റ് വിൽ ബി എക്സ്പയർഡ്. നിശ്ചിത സമയത്തിനുള്ളിൽ ഓപ്ഷനിലെ ബയർക്ക് അയാൾക്ക് കിട്ടിയിട്ടുള്ള റൈറ്റ്, അവകാശം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആ ഓപ്ഷൻ എക്സ്പയർ ആയി പോകുമെന്നാണ് പറയുന്നത്. ആൻഡ് ദി ലാസ്റ്റ് വൺ ഇൻ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് നാച്ചർ ഓഫ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് 4 ക്ലാസിഫിക്കേഷനാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഫോർവേഡ്, രണ്ടാമത്തെ ഫ്യൂച്ചർ, മൂന്നാമത്തെ ഓപ്ഷൻസ്, അവസാനത്തേതാണ് അതിൽ സ്വാപ്പ് എന്നറിയപ്പെടുന്നത്. സ്വാപ്പ് ഈസ് എ പ്രൈവറ്റ് എഗ്രിമെൻറ്റ്. സ്വാപ്പ് എന്ന് പറയുന്നത് പ്രൈവറ്റ് എഗ്രിമെൻ്റ് ആണ് ബിറ്റ്വീൻ ദ പാർട്ടി ടു എക്സ്ചേഞ്ച് ദ ക്യാഷ് ഫ്ലോസ് ഇൻ പീരിയോഡിക് ഇൻ്റർവെൽസ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചിത ഇടവേളകൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് ഫ്ലോസ് എന്ത് ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്യുക. ക്യാഷ് ഫ്ലോസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു പ്രൈവറ്റ് എഗ്രിമെൻ്റാണ് ഇത് സ്വാപ്പ് എന്നറിയപ്പെടുന്നത്. സ്വാപ്പ് ട്രേഡ് ചെയ്യപ്പെടുന്ന ഏത് വഴിയിലൂടെയാണ്? ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സിലൂടെയാണ്. ഓവർ ദ കൗണ്ടർ
ട്രേഡഡ് ഡെറിവേറ്റീവ്സിലൂടെയാണ്. അതായത് സ്വാപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയല്ല ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഈസ് എ പ്രൈവറ്റ് അറേഞ്ച്മെൻറ്റ് ഓർ പ്രൈവറ്റ് എഗ്രിമെൻറ്റ്. അതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് നാച്ചർ ഓഫ് പേ ഓഫ് അല്ലേ. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് നാച്ചർ ഓഫ് പേ ഓഫ് ഫോർ കോൺട്രാക്റ്റിൽ 4 എണ്ണമാണുള്ളത്. ഒന്നാമത്തെ ഫോർവേഡാണ്, രണ്ടാമത്തെ ഫ്യൂച്ചേഴ്സാണ്, മൂന്നാമത്തെ ഓപ്ഷൻസാണ്, നാലാമത്തത് സ്വാപ്പാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഓൺ ദ ബേസിസ് ഓഫ് നാച്ചർ ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ 4 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കണം. ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്പ്. ഈ 4 കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും അടുത്ത ഒരു ക്ലാസ്സിലൂടെ കാണാം.